സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. കർത്താവായ ദൈവമേ, നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ ദുർബലരും മനസ്സ് പല വഴികളിൽ യാത്ര ചെയ്ത് ശ്രദ്ധാഭംഗം വന്ന് പതറിപ്പോകുന്നു. നാഥ, ഞങ്ങൾക്ക് ഏകാഗ്രത നൽകി അങ്ങയുടെ വചനങ്ങൾ ധ്യാനിക്കാൻ അനുവദിക്കണമേ അപ്പ. വചനം ഞങ്ങൾക്ക് അനുഗ്രഹവും സൗഖ്യവും ശാന്തിയും സമാധാനവും നൽകണമേ ദൈവമേ. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവെ, അങ്ങയ്ക്ക് അടിയങ്ങൾ നന്ദി പറയുന്നു. ഈ യാത്രയിൽ ഞങ്ങളുടെ കുറവുകൾ അറിഞ്ഞ് പരിഹരിച്ച് അങ്ങയുടെ കരുണയും സ്നേഹവും കൊണ്ട് അടിയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളിൽ നിറയുവാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനം ശ്രവിക്കുന്ന ഈ മകനെയും മകളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥ, പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. അങ്ങയുടെ വചനം കേട്ട് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ പുതിയ ആളുകളായി വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളായി മാറാൻ ആവശ്യമായ ജ്ഞാനം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സങ്കീർത്തനം 37 അധ്യായം 1 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. നീതിമാനും ദുഷ്ടനും. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിൻ്റെ അവകാശവും. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക. പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും, കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും, അവൻ്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല. എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും, ഐശ്വര്യത്തികവിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു, അവൻ്റെ ദിവസം അടുത്തെന്ന് അവിടുന്ന് അറിയുന്നു. ദുഷ്ടർ വാളൂരുകയും വില്ല് കുലയ്ക്കുകയും ചെയ്യുന്നു, ദരിദ്രരെ നിലം പതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ. അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാൻ്റെ അല്പമാണ് മെച്ചം. ദുഷ്ടൻ്റെ ഭുജം തകർക്കപ്പെടും, നീതിമാനെ കർത്താവ് താങ്ങും. കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല, ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാകും. ദുഷ്ടർ നശിക്കുന്നു, കർത്താവിൻ്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴപ്പ് പോലെയാണ്. അവർ മറഞ്ഞു പോകും, പുക പോലെ മാഞ്ഞു പോകും. ദുഷ്ടർ വായ്പ വാങ്ങിക്കും, തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല. എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും, അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി. നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷ യാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു. അവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക, എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും. കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു, അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും, എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമി കൈവശമാക്കും, അതിൽ നിത്യം വസിക്കുകയും ചെയ്യും. നീതിമാൻ്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, അവൻ്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു. ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു, അവൻ്റെ കാലടികൾ വഴുതുന്നില്ല. ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അവനെ വധിക്കാൻ തക്കം നോക്കുന്നു. കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല, ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ദുഷ്ടരുടെ നാശം നീ കാണും. ദുഷ്ടൻ പ്രബലനാകുന്നതും ലെബനോനിലെ ദേവദാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിലെ കടന്നുപോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവനെ അന്വേഷിച്ചു, കണ്ടില്ല. നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക, സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക.
എന്നാൽ സമാധാനകാംക്ഷിക്ക് സന്തതി പരമ്പരയുണ്ടാകും. അതിക്രമികൾ ഒന്നാകെ നശിപ്പിക്കപ്പെടും. ദുഷ്ടർക്ക് സന്തതി അറ്റുപോകും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടുന്നാണ്. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. കർത്താവിലാണ് അവർ അഭയം തേടിയത്. ദൈവജനമേ, ലോകത്ത് തിന്മ ചെയ്യുന്നവർക്ക് നല്ലത് വരുമ്പോൾ, നല്ലവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് സങ്കീർത്തനം 37 അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. തിന്മ ചെയ്യുന്നവരെക്കുറിച്ച് നമ്മൾ വിഷമിക്കുകയോ അവരോട് അസൂയ തോന്നുകയോ ചെയ്യരുത്. കാരണം അവരുടെ സന്തോഷം പെട്ടെന്ന് കഴിഞ്ഞു പോകും. പുല്ല് ഉണങ്ങിപ്പോകുന്നത് പോലെ അവർ ഇല്ലാതാകും എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. അതിന് പകരം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതിൽ ശ്രദ്ധാലുക്കളായിരിക്കുകയും വേണം. അപ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും താനെ ഉണ്ടാകും. കർത്താവിൽ ആശ്രയിക്കുകയും നല്ലത് ചെയ്യുക എന്ന സങ്കീർത്തനം 37:3 പറയുന്നു. വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ പ്രഭാഷണങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിലെ കാര്യങ്ങൾ തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നതിൻ്റെ അർത്ഥം അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വാക്കുകളിൽ സങ്കീർത്തനം 37 പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായി 5:5 യേശു പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഇത് സങ്കീർത്തനം 37:11 വാക്യവുമായി സമാനതയുള്ളതാണ്. ഇവിടെ സൂചിപ്പിക്കുന്ന ഭൂമി സ്വർഗത്തെയും പുതിയ ലോകത്തെയും ഒരുപോലെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നാം ദൈവത്തിൽ വിശ്വസിച്ച് നല്ലത് ചെയ്യണമെന്ന് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് നമ്മുടെ കർത്താവായ യേശുവും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. മത്തായി 28:20 ഇതാ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് അവിടുന്ന് നമുക്ക് ഗ്യാരണ്ടി നൽകുന്നു. കർത്താവിനായി കാത്തിരിക്കാം ദൈവജനമേ. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. സമയത്തിൻ്റെ തികവിൽ അവിടുന്ന് വീണ്ടും വരും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. My dear brothers and sisters, the word of God reassures each one of us that those who persevere till the end shall be worthy of the kingdom of God. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങിയിരിക്കണമെന്ന് സങ്കീർത്തനം 37 വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വെറുതെ സമയം കളയാതെ അവിടുത്തെ പ്രബോധനങ്ങൾ അനുസരിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായ ബോധ്യത്തോടെ നിറവേറ്റാം. യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്ന വിശുദ്ധമായ ജീവിതമാണ് നാം നയിക്കേണ്ടത്. പ്രിയ സഹോദര സഹോദരി, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ ഒരു പ്രഭാഷണത്തിൽ കർത്താവ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ നിരന്തരം മുട്ടുന്നുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ മുട്ടുന്ന ശബ്ദം നമ്മുടെ കാലഘട്ടത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ നാം കേൾക്കാതെ പോകരുത്. അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് നമ്മുടെ ജീവിതവും സമയവും നൽകാൻ നമ്മൾ തയ്യാറാണോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ഈ അന്ത്യകാല നിമിഷത്തിൽ ചോദിക്കാം. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് ഇന്ന് തന്നെ. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ പ്രശ്നങ്ങളും വെല്ലുവിളികളും നാം നിരന്തരം അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. അത് വന്നുകൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയും പണത്തിനോടുള്ള ആഗ്രഹവും ആർത്തിയും അസൂയയും നമുക്ക് ശ്രദ്ധാഭംഗം വരുന്ന അവസ്ഥയിലേക്ക് നയിച്ചെന്ന് വരാം. സങ്കീർത്തനം 37 പറയുന്നു, യഥാർത്ഥ സന്തോഷം പണത്തിലോ മറ്റുള്ളവരുടെ നേട്ടങ്ങളിലോ അല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നതിലാണ് എന്ന്. നീതിമാന്മാരുടെ ചെറിയ സമ്പാദ്യം ദുഷ്ടന്മാരുടെ വലിയ സമ്പത്തിനേക്കാൾ ഉത്തമം എന്ന് സങ്കീർത്തനം 37:16 പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും സമയം കണ്ടെത്തണം സഹോദരങ്ങളെ. നമ്മുടെ ചുറ്റും നടക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ദേഷ്യം വരാം, അമർഷം വരാം, നിരാശ വരാം. എന്നിരുന്നാലും നമ്മുടെ ദൗത്യം മറന്നു പോകാതെ നാം ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. കാരണം ദൈവം നീതിമാനാണ്, അവിടുന്ന് എല്ലാം ശരിയാക്കും എന്ന് സങ്കീർത്തനം നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 37 അധ്യായം പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി തയ്യാറെടുക്കുന്ന
നാം ഓരോരുത്തരെയും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ വീണ്ടും ക്ഷണിക്കുന്നു. തിന്മയിൽ നിന്ന് മാറി നാം നന്മ ചെയ്യണം. കർത്താവിനായി കാത്തിരിക്കണം. താഴ്മയും ക്ഷമയും നിരന്തരം അഭ്യസിക്കണം. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നാം ഹൃദയത്തിൽ കൊണ്ടു നടന്ന് അത് കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കഷ്ടപ്പാടുകൾ പോലും യേശുവിനെ അനുഗമിക്കാനുള്ള വഴികളാണെന്നും പാപവഴികൾ ഉപേക്ഷിച്ച് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നത് വഴിയാണ് വിശുദ്ധ ജീവിതം നയിക്കുന്നതെന്നും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും നമുക്ക് മറ്റുള്ളവരെ സേവിക്കാം. My dear brothers and sisters in Christ Jesus, Jesus Christ, our Lord and Savior, came down not to be served, but to serve. We, as Christ followers, ought to follow our Lord's example, to be transformed completely, become holy, and be heaven ready. ദൈവജനമേ, നമ്മുടെ കർത്താവ് വീണ്ടും വരുമ്പോൾ അതീവ സന്തോഷത്തോടെ അവിടുത്തെ എതിരേൽക്കാൻ നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാപിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.